ഡിസൈൻ ഡ്രൈവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ സ്ക്രാം 440 എന്ന് പറഞ്ഞൊരു ബൈക്കാണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസായിട്ട് കമ്പനി പറയുന്നത് 2.5 lakhs തുടങ്ങി 2.8 lakhs അവസാനിക്കുന്ന ഒരു പ്രൈസ് റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ഈ ഒരു ഹെഡ് ലാമ്പിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു ഹെഡ് ലാമ്പ് നമ്മളിപ്പോൾ നോർമലി എല്ലാ റോയൽ എൻഫീൽഡ് വെഹിക്കിളും കാണാറുള്ള LED ഹെഡ് ലാമ്പാണ്. ഇവിടെ ഒരു റോയൽ എൻഫീൽഡ് ഒരു ബാഡ്ജിങ് കാണാൻ കഴിയും. ഇവിടെ പിന്നെ ഒരു എക്സ്ട്രാ കവർ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഇപ്പോൾ അലൂമിനിയം അലോയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഫിനിഷ് ക്ലീൻ ആണ്, പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് ക്ലീൻലി കാണാൻ കഴിയും. അതും ഒരു കണ്ടംപററി ലുക്ക് ഈ ബൈക്കിന് കൊടുക്കുന്നുണ്ട്. കുറച്ച് സൂം ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊപ്പോർഷൻസൊക്കെ ഭയങ്കര ക്ലീനായിട്ട് മേർജ് ചെയ്ത് പോകുന്നത് കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ മഡ് ഗാർഡ് നോക്കുകയാണെങ്കിലും ക്ലീൻലി ഡിസൈൻഡ് ആണ്. അത് നമ്മളുടെ സ്പോക്സിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ മെത്തേഡൊക്കെ നല്ല ക്ലീനാണ്. ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഒരു 19 inch അലോയ് വീലാണുള്ളത്. നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെയുള്ള വെഹിക്കിളൊരു സീറ്റിൻ്റെ ടയറാണ്. അതിൻ്റെ ടയർ പ്രൊഫൈലൊക്കെ നമുക്കിവിടെ ക്ലീൻലി കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരു 300 mm ഡിസ്ക് ബ്രേക്കാണ്. അത് നമുക്കിവിടെ കാണാൻ കഴിയും. എന്തായാലും ഇതൊരു ഡ്യുവൽ ചാനൽ ABS ആണ്. അത് നമുക്ക് അതിൻ്റെ ബാക്ക് ടയർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം ബാക്കിൽ എന്താണുള്ളതെന്ന്. പ്രൊപ്പോർഷൻസൊക്കെ ഭയങ്കര ക്ലീനാണ്. ഹിമാലയനുമായിട്ട് നമുക്ക് സാമ്യം എന്തായാലും ഈ വെഹിക്കിളിനുണ്ട്. സ്ക്രാം 400-നും ഹിമാലയനും ഇതിനും ഏകദേശം ഒരേ ഷേപ്പാണ്. പക്ഷേ എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്ക് ഈ ഒരു വെഹിക്കിൾ കാണാൻ കഴിയുന്നുണ്ട്. എവിഡൻ്റ്ലി അല്ല, ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഗ്രാഫിക്സ് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു കളർ കോമ്പിനേഷൻ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ സീറ്റിൻ്റെ പൊസിഷനും അതിൻ്റെ ഹൈറ്റ്സൊക്കെ ഭയങ്കര ക്ലീൻലി പ്രൊപ്പോർഷനേറ്റഡ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്ക്രാം 411 ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞു. ഇത് ആ സെയിം എഞ്ചിനെ 3 mm കൂടുതൽ ബോർ ചെയ്തിട്ടുള്ള ഒരു 443cc എഞ്ചിനുമായിട്ടാണ് ഈ സ്ക്രാം 443 വരുന്നത്. ഇതൊരു അഡ്വഞ്ചർ ക്രോസ് ഓവർ ബൈക്ക് എന്നാണ്. സ്ക്രാം എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്ക്രാംബ്ലർ എന്നാണ്. സ്ക്രാംബ്ലർ എന്ന് വെച്ചാൽ ഒരു അഡ്വഞ്ചർ ബൈക്കും ആയിരിക്കും, പിന്നെ ഒരു നോർമൽ നമുക്ക് ഡെയിലി റൂട്ടീനിൽ ഉപയോഗിക്കാൻ പറ്റിയ ബൈക്കും ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇങ്ങനത്തെ സ്ക്രാംബ്ലർ ബൈക്സ് പൊതുവെ ഇറങ്ങാറുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ABC മോട്ടോഴ്സ് വള്ളുവമ്പ്രത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ബൈക്കിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഫസ്റ്റ് കമൻ്റായിട്ട് ഇടുന്ന ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. എനിക്കറിയാവുന്ന കുറേ വിശേഷങ്ങൾ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെക്കാട്ടി കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഇവിടെ സ്ക്രാംബ്ലർ 440 എന്ന് പറഞ്ഞൊരു ലോഗോയും നമുക്ക് കാണാൻ കഴിയും. ആ ഒരു കളർ വരുമ്പോൾ തന്നെ കുറച്ചും കൂടെ പ്രീമിയം അല്ലെങ്കിൽ കണ്ടംപററി ലുക്ക് ഈ ബൈക്കിന് കൊണ്ടുവരുന്നുണ്ട്, സ്ക്രാംബ്ലർ ആയിരുന്നാൽ പോലും. എന്തായാലും പിന്നിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഇവിടെ ആക്ച്വലി ഒരു ആക്സസറി ആയിട്ട് ഒരു ടോപ്പ് ബോക്സ് വരാനുണ്ട്. അതിന് ഏകദേശം ഒരു 7 kg കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ബാക്ക് സസ്പെൻഷൻ്റെ സ്ട്രെങ്ത്ത് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എഞ്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇതിനൊരു 6 speed ഗിയർ ബോക്സ് ആണ്. അതായത് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ബൈക്ക് ഉപയോഗിച്ചിട്ട്. നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ബാക്ക് ടയറിലോട്ട് വരുമ്പോൾ ഇതൊരു 17 inch അലോയ് വീലാണ്. ഇവിടെ നമുക്കൊരു 240 mm ഡിസ്ക് ബ്രേക്ക് കാണാൻ കഴിയും. ഇത് ആക്ച്വലി ഒരു ഡ്യുവൽ ചാനൽ ABS വെഹിക്കിളാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു 300 mm ABS നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഇതിൻ്റെ ടയർ നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരു ബൈക്ക് നമുക്ക് അഡ്വഞ്ചറിനും കൊണ്ടുപോകും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മളുടെ നോർമൽ റോഡ്സിലും ഡെയിലി യൂസിന് വേണ്ടി ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഈ ഒരു ടയറിന് ഈ ഒരു പ്രൊഫൈൽ വരുന്നത്. ടെയിൽ ലൈറ്റൊക്കെ ഒരു ബ്യൂട്ടിഫുള്ളി ഇൻ്റഗ്രേറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ഒരു സീറ്റിൻ്റെ കണ്ടിന്യൂറ്റി പോലെ തന്നെ നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ ഒരു കുറവായിട്ട് എനിക്കിപ്പോഴും പറയാനുള്ളത് ഈ ഒരു ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ്. ഇത് ഇൻഡിക്കേറ്റർ LED ആക്കാമായിരുന്നു എനിക്ക് തോന്നി. ഈ ഒരു പോർഷനെ ക്ലീൻ ആയിട്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ന്യൂനെസ് നമുക്ക് ഈ ബൈക്കിൻ്റെ ബാക്കിലെ ഡീറ്റെയിൽ ഒക്കെ നോക്കുമ്പോൾ കൂടുതൽ കാണാൻ കഴിയും. ബൈക്കിൻ്റെ സ്പീഡ് ഡയലൊക്കെ അല്ലെങ്കിൽ മീറ്ററൊക്കെ കൊള്ളാം. നല്ല ക്ലീൻലി ഡിസൈൻഡ് ആൻഡ് പ്ലേസ്ഡ് ആണ്. നമുക്കത് കാണാൻ കഴിയും. നമുക്ക് ഇവിടെ നിന്ന് ഈ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് തുടങ്ങാൻ എന്തൊക്കെ പാർട്സ് ഉണ്ടെന്നുള്ളത് ഇവിടെ ഒരു ബട്ടൺ കാണുന്നുണ്ടോ, ABS എഴുതിയിട്ട്. ഇവിടെ നമുക്ക് ആക്ച്വലി ബാക്കിൽ ABS ഓഫ് ആക്കാനും ഓൺ ആക്കാനും പറ്റും. കുറച്ച് ആ ഒരു സ്റ്റൻസ് ഒക്കെ കാണിക്കാൻ നമുക്ക് ABS ഓഫ് ആക്കുന്നത് നല്ലതായിരിക്കും. പാസ് ബട്ടൻ്റെ പൊസിഷനിലായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓടിക്കുമ്പോൾ ABS അറിയാതെ ഓഫ് ആവുന്നുള്ള പേടിയൊന്നും വേണ്ട. കാര്യം വണ്ടി ഓഫായി കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ആക്കാനും ഓൺ ആക്കാനും പറ്റുള്ളൂ. ഇത് ഹൈ ബീം ലോ ബീം പാസ് ബട്ടൺ ആണ് കാണുന്നത്. ഇൻഡിക്കേറ്റേഴ്സാണിത് ഈ കാണുന്നത്. ഇത് ഹോണാണ്. നേരെ റൈറ്റിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു ബട്ടൺ കാണാൻ കഴിയും. ലെഫ്റ്റ് സൈഡിൽ ഇത് ABS ആണ്. റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഇത് ആക്ച്വലി ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് നമുക്ക് ഇവിടെ സെറ്റിങ്സൊക്കെ നമ്മൾ കിലോമീറ്റർ റേഞ്ചൊക്കെ മാറ്റാം. ഇതിൽ കുറച്ച് സെറ്റിങ്സൊക്കെ മാറ്റണമെങ്കിൽ ഈ ബട്ടൺ ഉപയോഗപ്പെടും. പിന്നെ വരുന്നത് ഇവിടെ എൻജിൻ കിൽ ബട്ടണാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ഒരു കൺട്രോളും കൂടിയുണ്ട്.
ഇത് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ റീഡറിൽ നമുക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് ഹാൻഡിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നോർമൽ റോയൽ എൻഫീൽഡിൽ കാണാനുള്ള ആ ഒരു മിറേഴ്സ് തന്നെയാണ് ഇതിലുള്ളത്. ടാങ്ക് കുറച്ചും കൂടെ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം 15 ലിറ്റർ കപ്പാസിറ്റിയാണ് ഈ ഒരു ടാങ്കിനുള്ളത്. അത് മതിയായിരിക്കും നമുക്ക് നല്ലൊരു ടൂറൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ റൈഡൊക്കെ പോകുമ്പോൾ. ഈ ഡീറ്റെയിൽസൊക്കെ ഉള്ള കേട്ടോ. ആരും അധികം പറയാത്തതാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് പാർട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ റോയൽ എൻഫീൽഡിൻ്റെ ആ റോ ആണ് നമുക്കിവിടെ കാണാൻ കഴിയും. പക്ഷെ അത് ഈ 2 പാർട്ടിലായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര ഭംഗിയുണ്ട്. ഈ ഒരു സ്ക്രാംബ്ലറിൻ്റെ ലോഗോയും കൊള്ളാം. ഈ ഒരു വീഡിയോ പോകുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ കാണിക്കാൻ വേണ്ടിയാണ്. കണ്ടോ, ഈ ഒരു സ്ക്രൂസിൻ്റെയും ഈ ഒരു കവറിൻ്റെയൊക്കെ ഡീറ്റെയിൽ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പ്രൊഫൈൽ ലൈനൊക്കെ കുറച്ചും കൂടെ ഒരു സോളിഡ് ബിൽട്ടാണെന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാക്കും. ഇങ്ങോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗത്തിൻ്റെയൊക്കെ ഡിസൈൻ നല്ല ക്ലീൻ ആണ്. ഈ ഒരു പ്ലാസ്റ്റിക് പാർട്ടൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഭയങ്കര ഭംഗിയുണ്ട്. ഇവിടെ ചെറുതായിട്ട് ഒരു സ്ക്രാം 440 എന്ന് എഴുതി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് നമ്മൾ ബൾബ് ഇൻഡിക്കേറ്റർ വരുന്നത്. കണ്ടോ, ഈ ഡീറ്റെയിൽസൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പ്രൊജക്റ്റഡ് പാർട്ടൊക്കെ നല്ല ക്ലീനായിട്ട് അവർ ഇൻറ്റഗ്രേറ്റ് വെച്ച് ചിലപ്പോൾ ഇതൊരു ഒരു റെസൊണേഷൻ എത്തുമ്പോൾ ചിലപ്പോൾ ഇതൊന്ന് വൈബ്രേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു എൻജിൻ ആക്ച്വലി ഓയിൽ ആൻഡ് എയർ കൂൾഡാണ്. അതിൻ്റെയൊക്കെ പാർട്സാണ് ഈ കാണുന്നത്. ഇത് എൻജിൻ ഗാർഡാണ് ഈ കാണുന്നത്. ഈ ഒരു ഡബിൾ ലൈനൊക്കെ എൻജിനിൽ വരുന്നതൊക്കെ നല്ല ക്ലീനാണ്. കുറച്ചും കൂടി ഒരു ലെതറിഷ് ഫിനിഷിൽ നമുക്ക് പൊതുവെ ഉണ്ടാവാറുള്ള സാധനമാണത്. അതൊക്കെ ഇതിൽ കൊണ്ടുവന്നുള്ള നല്ല ഭംഗിയായിട്ടുണ്ട്. ആ എൻജിനൊരു ലൈറ്റ്നെസ് കൊടുക്കുന്നതിൽ വലിയൊരു കാര്യമാണത് ഇൻ ടേംസ് ഓഫ് ഡിസൈൻ. ഇവിടെ കുറച്ച് എക്സ്ട്രാ പാർട്സൊക്കെ എനിക്ക് കാണുന്നുണ്ട്. എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. സ്ക്രാംബ്ലറിൽ പൊതുവേ ഉണ്ടാകുന്ന പോലെ സൈലൻസർ കുറച്ച് മുകളിലേക്കാണ്. അത് ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഏകദേശം ഒരു 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇപ്പോൾ കമ്പനി പറയുന്നത്. അതൊക്കെ മതി. നമ്മളൊരു അത്യാവശ്യം കുഴിയും കൊണ്ടുള്ള റോഡിലൊക്കെ ഈ 200 mm എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഇവിടെയാണ് ആ സ്ക്രാംബ്ലർ 440 എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ 2 ഗ്രൂവ്സ് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഭംഗിയുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും കുറച്ച് നല്ലൊരു ഫ്രെയിം വർക്കിലാണ് ഈ വണ്ടി ഇരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും. ആ വെൽഡിങ് പാർട്സ് കുറച്ചും കൂടെ ക്ലീനായി തുടങ്ങിയിട്ടുണ്ട് റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം. ഈ പാർട്സൊക്കെ ഈ ഗ്രിപ്പ് ബാറൊക്കെ പോയി നിൽക്കുന്ന ഈ പാർട്സ് കുറച്ചും കൂടെ ക്വാളിറ്റി വന്നു തുടങ്ങി. ഇതൊക്കെ നല്ലതാണ്. ഇവിടെയാണ് നമ്മൾ ടോപ്പ് ബോക്സ് വരിക. അപ്പോൾ കുറച്ചും കൂടെ ക്ലീനായിട്ട് നമുക്ക് നമ്മളെ ലഗേജൊക്കെ കൊണ്ടുപോകാൻ കഴിയും. എന്തായാലും സീറ്റൊക്കെ നല്ല സോഫ്റ്റ് സീറ്റ്സാണ്. ഈ റൈഡർക്കുള്ള സീറ്റ്സ് കുറച്ചും കൂടെ വലുതാണ്. എന്തായാലും നല്ലൊരു ടൂറൊക്കെ പോകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇതിന് മുകളിൽ ഇരുന്ന് പോകാൻ കഴിയും. പിലിയനിലുള്ള സീറ്റ്സും അത്യാവശ്യം വലുപ്പമുണ്ട്. എന്തായാലും കമ്പാരിറ്റീവ്ലി സീറ്റിൻ്റെ വലിപ്പം കൂട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഓവറോൾ പ്രൊഫൈലിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഷോറൂം പോയിട്ട് നിങ്ങളൊന്ന് കാണുക. ഇവരുടെ കണ്ടംപററീസിൽ നോക്കുമ്പോൾ ഇത്രയും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഭംഗിയുള്ള ബൈക്ക് നമുക്ക് വേറെ കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 795 mm ആണ് ഈ ഒരു വെഹിക്കിളിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ഞാനപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.